അച്ഛന് അവസാനവും പറയായിരുന്നു, മരണം ഒരു ആഘോഷമാക്കണം. അച്ഛൻ അതിലും നാടകമാണ് കണ്ടെത്തിയത്. അതൊരു രസമാണ്. കാരണം മരണം ആഘോഷമാക്കണമെന്ന് അങ്ങനെ ആരും പറയാറില്ല. അച്ഛൻ അതിൽ ഒരു നാടകീയത കണ്ടെത്തി. അവസാനത്തെ ഒരു 10 ദിവസം, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡയാലിസിസ് ഒരു പ്രാവശ്യം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഒരു ബോധം കിട്ടും. അപ്പോൾ 10 ദിവസം ബോധമില്ലാതെ അവസാനം കിടന്നു. 10ാമത്തെ ദിവസം, അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ബോംബെയിൽ നിന്ന് അച്ഛനോടൊപ്പം സഹകരിച്ചിരുന്ന കനഗിർലെ എന്ന് പറഞ്ഞ മോഹിനിയാട്ടം ഡാൻസർ, അവർക്ക് വേണ്ടി കുറേ ഐറ്റംസ് മോഹിനിയാട്ടത്തിൻ്റെ നമ്മൾ ഒരുമിച്ച് കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ തനതായ ശൈലിയിൽ, കേരളീയ ശൈലിയിൽ മോഹിനിയാട്ടത്തിന് സംഗീതം വേണം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ മോഹിനിയാട്ടത്തിലും അച്ഛൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പം അങ്ങനെ മോഹിനിയാട്ടത്തിൽ കനകർലയായിട്ടും ഭാരതി ശിവജി, അതിനു മുമ്പ് ഭാരതി ശിവജി എന്ന നർത്തകിയായിട്ടും ഒക്കെ കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഒരുപാട് മോഹിനിയാട്ടത്തിൻ്റെ തനതായ ഐറ്റംസ് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ സംഗീതം നൽകാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കനകർലയൊക്കെ അവസാന ദിവസം എത്തി. നെടുമുടി വേണുചേട്ടൻ നിത്യവും വരും. 10 ദിവസത്തെ ബോധം ഇല്ലായ്മയ്ക്ക് ശേഷം അച്ഛന് 10ാമത്തെ ദിവസം ചാടി എണീറ്റ ഒരു സന്ദർഭമുണ്ട്. ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ആ സമയത്ത് അവിചാരിതമായിട്ട് വേണുചേട്ടനും കനകർലയും ഒക്കെ അവിടെ വന്നിരുന്നു. ചാടി എണീറ്റപ്പോൾ ഇവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തു. എന്നൊക്കെ കാണിച്ചു. അതൊരു എന്തോ ഒരു നിമിത്തം പോലെ, കാരണം കനകർലയും അച്ഛനുമായിട്ടുള്ള ആർട്ടിസ്റ്റിക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അവർ തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു. അങ്ങനെ വേണുചേട്ടൻ്റെയും. അപ്പോൾ ഇവരെല്ലാം അവസാന ആ നിമിഷത്തിൽ എന്താ പറയണ്ടത്, ബോധം വന്ന ആ നിമിഷത്തിൽ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് അച്ഛൻ പിന്നെ വീണ്ടും ഒന്ന് കിടക്കാൻ ആയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാം സമാധാനമായിട്ടാണ് ഞാൻ വീട്ടിൽ പോയതും. എൻ്റെ വീട്ടിലേക്ക്, കുടപ്പനക്കുന്ന് വീട്ടിലേക്ക് ഒരു 7:30 മണി 8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് വീട്ടിൽ ചെന്നപ്പോൾ ഉടനെ തന്നെ കോൾ വന്നു, മരിച്ചു എന്നുള്ളത്. 8:30 9 മണിക്ക് മുമ്പ് മരിച്ചു. ഞങ്ങൾ ഉടനെ തിരിച്ച് വരികയും ചെയ്തു. പിറ്റേ ദിവസത്തേക്ക് അവിടെ ദർശനത്തിൽ വെക്കുകയും അന്ന് പിറ്റേ ദിവസം വൈകിട്ട് കാവാലത്തേക്ക് കൊണ്ടുപോയി അവിടെയായിരുന്നു ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തത്. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച മരണം ആഘോഷമാക്കണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം VJT ഹാളിൽ ദർശനത്തിന് വെച്ചപ്പോൾ വേണുചേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം അച്ഛൻ്റെ നാടകത്തിലെ പാട്ടുകളും അച്ഛന് ഇഷ്ടമുള്ള നാടൻ അച്ഛൻ്റെ പാട്ടുകളും പ്രിയപ്പെട്ട പാട്ടുകളും ഒക്കെ പാടി ആണ് ഞങ്ങൾ ആ മരണത്തെ വരവേറ്റത്. അത് ആഘോഷമാക്കാൻ അച്ഛൻ പറഞ്ഞു എന്നുള്ള ഒറ്റ വാക്കിലാണ് ഞങ്ങളത് ദുഃഖത്തോടു കൂടിയാണെങ്കിലും അതൊരു ആഘോഷമാക്കി മാറ്റിയത്. അവസാന കാലഘട്ടത്തിൽ, അതായത് വയ്യാതായ ആ സമയത്താണ് അതിനൊരു വയ്യായ്മയ്ക്ക് ഒരു 8 മാസം മുമ്പെയാണ് നമ്മുടെ ശാകുന്തളം, കാളിദാസൻ്റെ ശാകുന്തളം വീണ്ടും മഞ്ജു വാര്യരെ കൊണ്ട് ചെയ്യിച്ചത്. അവരത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഏത് നാടകമായിരിക്കും അതിന് ഉചിതമായത് എന്ന് ചോദിക്കുകയും അച്ഛൻ ആലോചിച്ചിട്ട് ശാകുന്തളമായിരിക്കും അതിന് നല്ലത് എന്ന് പറഞ്ഞ് അതിൻ്റെ റിഹേഴ്സൽസൊക്കെ തുടങ്ങി. അച്ഛൻ ഇടയ്ക്ക് വന്ന് അത് കാണുമായിരുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. അന്ന് ആദ്യം ശാകുന്തളം കളിച്ചപ്പോഴുള്ള അതിൻ്റെ കൂടെയുള്ള ദുഷ്യന്തനായിട്ട് അഭിനയിച്ച ഗിരീശനാണ് അതിന് പിന്നെ ബാക്കി നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത്. ആദ്യത്തെ പ്രൊഡക്ഷനെ പോലെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത അതേ സാധനം, അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ആക്ടർ ഗിരീശനാണ് അത് കൊടുത്തത്. അങ്ങനെ അച്ഛൻ അവസാനം അത് കാണുകയും റിഹേഴ്സലൊക്കെ ഏതാണ്ട് പൂർത്തിയായ ആ സമയത്താണ് അച്ഛൻ മരണം സംഭവിക്കുന്നത്, ജൂൺ 26. പിന്നീട് 1 മാസത്തിനുള്ളിൽ അതെല്ലാം കഴിഞ്ഞിട്ട് റിഹേഴ്സൽ ഇത്രയും പൂർത്തിയാക്കിയതില്ല. അപ്പോൾ അതൊരു സ്റ്റേജ് ചെയ്യണമല്ലോ. അങ്ങനെ അത് ശേഷം ഒരു 1.5 മാസം, മരണത്തിന് ശേഷം 1.5 മാസം കഴിഞ്ഞ് ഞങ്ങളത് സ്റ്റേജ് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു ഫങ്ഷനായിരുന്നു ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട്. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അച്ഛന് പോയി കഴിഞ്ഞാൽ ഒരു ഫീല്, അച്ഛൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു.
അതിൻ്റെ ഒരു നാന്ദി ശ്ലോകമുണ്ട് തുടക്കത്തിൽ. അത് ഞാനാണ് ചൊല്ലിയത്. അത് 2 വാക്ക് അച്ഛനെ പറ്റി പറഞ്ഞിട്ട് ആ നാന്ദി ശ്ലോകത്തോടു കൂടി അത് തുടങ്ങുകയും വളരെ ഗംഭീരമായ ഒരു മഞ്ജു വാര്യരുടെ ഒരു ശകുന്തളയായിട്ടുള്ള ആ പ്രൊഡക്ഷൻ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. അത് ഇതിന് ശേഷം ഏതാണ്ട് 5 വർഷത്തിന് ശേഷമാണ് 2021 നെടുമുടി വേണുചേട്ടൻ നമ്മളെ വിട്ടുപോയത്. അപ്പോൾ വേണുചേട്ടൻ്റെ ഇതേപോലെ വിജയ് ടി ഹാളിൽ പ്രദർശനത്തിൽ വയ്ക്കുകയും ഞാനും എൻ്റെ അച്ഛൻ്റെ നാടക സംഘത്തിലെ മറ്റേ നടന്മാരും എല്ലാം ചേർന്ന് വീണ്ടും വേണുചേട്ടന് അച്ഛനും ഒക്കെ പ്രിയപ്പെട്ട അതേ ഗാനങ്ങൾ വീണ്ടും ഞങ്ങൾ പാടി ആ മരണത്തെയും ഞങ്ങൾ എന്താ പറയണ്ടത്, അച്ഛൻ പറഞ്ഞ പോലെ അല്ലെ വേണുചേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം പോലെ ആഘോഷമാക്കി. ഇത് അതൊരു നിയോഗം പോലെ. കാരണം വേണുചേട്ടൻ എന്നത് അച്ഛൻ്റെ മൂത്ത മകന് പോലെ തന്നെയായിരുന്നു. എത്രയോ വർഷത്തെ ബന്ധം. അവർ ഒരുമിച്ച് ആലപ്പുഴയിൽ ഉള്ളപ്പോഴൊക്കെ നാടകത്തെപ്പറ്റി ചർച്ച ചെയ്ത് ബഹുദൂരം നെടുമുടി വരെ വേണുചേട്ടനെ കൊണ്ടാക്കുമായിരുന്നു, ബസ് കയറാതെ. എന്നിട്ട് അച്ഛൻ അതുവഴി തിരിച്ച് അച്ഛൻ നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നാടകത്തെപ്പറ്റിയും നാട്യശാസ്ത്രത്തെപ്പറ്റിയും ഒക്കെ വളരെ ലളിതമായിട്ടും സ്വന്തം അനുഭവങ്ങൾ ഏറ്റവും അധികം ഷെയർ ചെയ്തിട്ടുള്ള വ്യക്തി എന്നത് വേണുചേട്ടൻ തന്നെയാണ്. ഞാൻ അടുത്ത കാലത്ത് വേണുചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണുചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അച്ഛൻ്റെ ഒരു വലിയ ദീർഘകായ ഒരു ഫോട്ടോ വച്ചിരിക്കുന്നു. അപ്പോൾ പിന്നീട് സുശീല ചേച്ചി പറഞ്ഞു അത് വലിയ ഒരു നിർബന്ധമായിരുന്നു അവിടെ വെക്കണമെന്നത്. ഈശ്വരനെ പോലെ അല്ലെ അച്ഛനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് വ്യക്തി അച്ഛനാണ് എന്നുള്ളത് അന്ന് സുശീല ചേച്ചി ഞങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷം വേണുചേട്ടൻ്റെ എല്ലാ വർഷവും ഈ കഴിഞ്ഞ 21 ശേഷമുള്ള എല്ലാ വർഷത്തെയും ഓർമ്മ ഒരു കൂട്ടായ്മ എല്ലാ വർഷവും അതേ ദിവസം സംഘടിപ്പിക്കാറുണ്ട് വേണുചേട്ടൻ്റെ വീട്ടിൽ വെച്ച്. അതിനൊക്കെ ഞങ്ങൾ പോയി വേണുചേട്ടൻ്റെ പാട്ടുകളും ഒക്കെ പാടി ഞങ്ങൾ അത് ആ ദിവസം ഒരു ധന്യമാക്കാറുണ്ട്. അതിനുശേഷം അമ്മ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പാണ് അമ്മയും വിട പറഞ്ഞത്. അച്ഛൻ്റെ പേരിൽ എന്താ പറയേണ്ട ഒരു കാവാലം നാരായണ പണിക്കർ ഫൗണ്ടേഷൻ ഒരു സംഭവം അടുത്തിടെ ഈ ചിങ്ങമാസത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. അച്ഛൻ്റെ നാടക പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കാനും അച്ഛൻ്റെ കവിതകളും നാടകങ്ങളും ഒക്കെ വീണ്ടും റീപ്രിൻ്റ് ചെയ്യാനും ഒക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് കാരണം ഒരു ഓഥർ ഒരു ഗ്രന്ഥകർത്താവ് എപ്പോഴും ജീവിക്കുന്നത് ഗ്രന്ഥങ്ങളിലൂടെയാണ്, അവനവൻ്റെ വർക്കിലൂടെയാണ്. അത് സാധ്യമാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഉള്ളത്. 2016 ശേഷം എന്താ പറയേണ്ടത്, നമ്മൾ ഒരു പാട്ട് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലൊരു രാഗം തോന്നിയാൽ അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക ആ ഒരു മൂഡിനനുസരിച്ച് ഒരു ക്ലാസിക്കൽ കൃതിയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോങ്ങോ ഒക്കെ എഴുതി തരണമെന്ന് എനിക്ക് ഏത് നിമിഷവും വിളിച്ച് പറയാമായിരുന്ന വ്യക്തിയാണ് പോയത് അച്ഛൻ. എത്രയധികം പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തു പോകുന്ന വടക്കത്തി പെണ്ണാളെ എന്ന പാട്ടിൻ്റെ കമ്പോസിങ് വളരെ ഏറ്റവും പ്രസിദ്ധമായൊരു പാട്ടാണ്. വടക്കത്തി പെണ്ണാളെ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമങ്കേ കണിമങ്കേ കണ്ണിമടന്തേ ഇതിനകത്ത് ഈ കണ്ടോ കണ്ടില്ലേ എന്ന് പറയുന്ന തേങ്ങൽ ഒരു വേണുചേട്ടൻ അഭിനയിച്ച ഒരു
ചിത്രമാണ്. അത് വെളിയിൽ വന്നില്ലെങ്കിൽ പോലും ആ ഒരു പാട്ട് ഉണ്ടായി. അത് വലിയൊരു ഒരു 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 സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിനു വേണ്ടിയാണെങ്കിലും രാജീവ് നാഥിൻ്റെ ഒരു ഡയറക്ഷനിലൊരു ഒരു ഒരു പടമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് വന്നില്ല. പക്ഷേ ഈ പാട്ട് വളരെയധികം ഒരു ഫോക്ക് എന്നുള്ള രീതിയിൽ അത് വളരെ പ്രസിദ്ധമായി എന്നുള്ളതാണ്. പലപ്പോഴും പല റൗണ്ട്സിലുമൊക്കെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇത് പാടുമ്പോൾ സന്തോഷം വരാറുണ്ട്. പക്ഷെ അതുണ്ടായത് പൂജപ്പുരയിലുള്ള ഞങ്ങൾ ഒരു വീട്ടിൽ വെച്ചാണ്. പൂജപ്പുരയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന അച്ഛൻ്റെ ഒരു വീട്ടിൽ ഞാൻ ഒരിക്കൽ ഒരു ഹാർമോണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഹാർമോണിയൊന്നും വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ശ്രുതി ഇടുന്നു. അപ്പോൾ അച്ഛന് ഒരു വരി എഴുതുന്നു, നമ്മൾ ഒന്ന് ചെയ്യുന്നു. അവസാനം ഈ കണ്ടോ എന്നുള്ളത് മാത്രം അച്ഛൻ്റെ ഒരു സജഷൻ പറഞ്ഞു. അതിനിങ്ങനൊരു ഒരു 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 ടോൺ വേണം. കണ്ടോ എന്ന് പറഞ്ഞൊരു ഫോക്ക് ഒരു ടോൺ വേണം. ആ ഒരു സാധനം വേണം. ഇങ്ങനെ തേടുകയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ അടുത്ത വർഷവും വൈക്കത്ത് നിന്ന് വരുന്ന ആ പെൺകുട്ടിയെ അന്വേഷിച്ച് വേണുചേട്ടൻ ആ മുഖം തേടി അലയുന്ന ഒരു താറാവുകാരൻ. അത് വേണുചേട്ടൻ താറാവുകാരൻ്റെ ഒരു വേഷം ചെയ്യുന്നു. ആ താറാവുകാരൻ, കുട്ടനാട്ടിലെ താറാവുകാരൻ, ഈ വൈക്കത്തു നിന്ന് വന്ന പെൺകുട്ടിയുടെ മുഖം അന്വേഷിച്ച് ഈ കൊയ്ത്ത് പണിക്ക് അടുത്ത വർഷവും പിന്നെ വള്ളത്തിലിങ്ങനെ ആൾക്കാർ ഇറക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ആ മുഖം കഴിഞ്ഞ വർഷം കണ്ടു പോയ ആ മുഖം ഇങ്ങനെ തിരയുകയാണ്. അങ്ങനെ ഒരു പാട്ട് ഉണ്ടായി. അപ്പോൾ അത്തരം പാട്ടുകൾ മൂകാംബികയിൽ നിന്ന് തുടങ്ങി എത്രയോ പാട്ടുകൾ ഓരോ വർഷം ഓരോ സന്ദർഭത്തിലേക്കും അച്ഛൻ എനിക്ക് പറയുമ്പോൾ അച്ഛൻ എഴുതി തരുമായിരുന്നു. അങ്ങനൊരു കളക്ഷൻ അച്ഛൻ്റെ പാട്ടുകൾ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു നിധിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ പണ്ട് അച്ഛനുമായിട്ട് ചെയ്തിരുന്ന ഒരു സെമി ക്ലാസിക്കലുണ്ട്. അത് ഇങ്ങനെയാണ്. നീലലോഹിത ഹിതകാരിണി ഭവാനി ശക്തിഭാമിനി നീലലോഹിത ഹിതകാരിണി. ഈ ഒരു സെമി ക്ലാസിക്കൽ ഒരു ഭജൻ ടൈപ്പിലുള്ള സാധനം പല സന്ദർഭങ്ങളിൽ ഇപ്പം അരവിന്ദേട്ടൻ ഈ ഹിന്ദുസ്ഥാനി ടൈപ്പിലുള്ള റെൻഡറിങ് വളരെ ഇഷ്ടമായിരുന്നു. ഈ പാട്ട് എത്രയോ തവണ പാടിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട്. അപ്പം അങ്ങനെ ആ പാട്ട് പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെട്ട വേറൊരു കാര്യം സംഭവിച്ചു. അത് അച്ഛന് ഈ പാട്ട് നമ്മുടെ രാജീവനാഥിനും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. രാജീവനാഥ് ഈ സാഹിത്യം ഇഷ്ടപ്പെട്ടിട്ട് ഈ പാട്ട് അച്ഛനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഏതൊരു ജനനി എന്ന് പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നു, അതിലേക്ക് ഈ ലിറിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചെയ്തത്. എനിക്ക് കൃത്യമായിട്ട് ഏത് ഫിലിമെന്ന് ഓർമ്മയില്ല. ആ പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി കൊടുത്ത് അത് ദക്ഷിണാമൂർത്തി സ്വാമി അത് പിന്നെ അമൃതവർഷിണി എന്ന രാഗത്തിൽ ചെയ്തു. ഞാൻ ചെയ്തത് ആദ്യം കുട്ടിക്കാലം മുതൽ പാടി വരുന്നത് പിന്നെ ആഹിർ ഭൈരവ് എന്നുള്ള ആ ഒരു മൂഡിലാണ്, രാഗത്തിലാണ്. ഇത് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, രാജീവനാഥ് ഇങ്ങനെ അത് പാട്ട് ഈ ലിറിക്സ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്കത് ഞാൻ പിന്നെ പാട്ട് പാടിയിട്ടില്ല, ഒരു കാലത്തും പാടില്ല. പിന്നെ അടുത്ത കാലത്താണ് ഞാൻ അച്ഛൻ്റെ ഒരു 10ാം ഓർമ്മ ദിനത്തിന് അടുത്തിടയ്ക്ക് ഞാൻ അതൊന്ന് പാടി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനത് പാടി. അത്തരം പാട്ടുകൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള പാട്ടുകൾ, മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ലിറിക്സ് കിട്ടുക എന്നത് ആ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോകുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര നല്ല പാട്ടുകൾ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ഒരു നഷ്ടബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇനിയും ഇതിൽ കൂടുതൽ വേണ്ടവണ്ണം അച്ഛനെ കൊണ്ട് പാട്ടെഴുതിക്കാമായിരുന്നു ഫ്രീക്വൻ്റായിട്ട് എന്നതിപ്പോൾ തോന്നുന്നു. ആ നഷ്ടം ഒരു 4-5 വർഷം മുമ്പാണ് ഡയറക്ടർ രാജീവനാഥ്, അദ്ദേഹം ഹെഡ് മാസ്റ്റർ എന്ന പേരിലൊരു സിനിമ എടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഗീതം ശ്രീയാണ്.
എന്ന് എന്നിടയ്ക്ക് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ സിനിമയിൽ സംഗീതം ചെയ്തിട്ടില്ല അതുവരെ, ആദ്യമായിട്ട്. അപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് പേടിയോടുകൂടി ഞാൻ ഏറ്റെടുത്തു. കാരണം ഒരു സിനിമാ സംവിധാനം എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. നമുക്കത് ആ ഒരു ഒരെണ്ണം പരിചിതമല്ല. നമ്മൾ നിത്യേന ചെയ്യും, കമ്പോസ് ചെയ്യാറുണ്ട്. ഓക്കെ, സിനിമയിലേക്ക് അല്ലെങ്കിൽ വേണ്ടി പോലും എത്രയോ കവിതകളും എത്രയോ ഗാനങ്ങളും നമ്മൾ നിത്യേന ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വേറെ ലെവലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഏറ്റു. പ്രഭാവർമ്മയാണ് അതിന് ലിറിക്സ്. അപ്പോൾ 2 പാട്ടേ ഉള്ളൂ. ഒന്നൊരു പ്രാർത്ഥനയും ഒന്നൊരു മറ്റൊരു ഒരു ഫീമെയിൽ പ്രാർത്ഥനയും പിന്നെ ഒരു മെയിൽ സോങ്. അപ്പോൾ ആദ്യം ഞാൻ മെയിൽ സോങ് കമ്പോസ് ചെയ്തു. അത് കമ്പോസ് ചെയ്തപ്പോൾ വെച്ചാൽ എനിക്ക് പ്രഭാവർമ്മ ഇത് പറഞ്ഞ് നമ്മൾ ഡിസ്കഷൻ നടത്തി രാജീവ്നാഥിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2 പാട്ട് പുള്ളി എഴുതി അയച്ച് എനിക്ക് രാവിലെ അയച്ചു തന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കണം എന്നൊന്നും പറയാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഉടനെ ഈണമിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ പാടി ഞാൻ ഉടനെ 2-3 ടൈപ്പ് പാടി അയച്ചു കൊടുത്തു. അപ്പോൾ അതിലൊന്നും അക്സെപ്റ്റ് ചെയ്തു. അതിന് പിന്നെ ഞാൻ പാടി അയച്ചിട്ട് അതിന് ഓർക്കസ്ട്രേഷൻ നമ്മൾ ചെയ്ത്, ശരത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് കൊച്ചിയിലുള്ള, പുള്ളി അതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് എനിക്ക് തന്നു 2 പാട്ടും. അതിൽ ഒരു പാട്ട് ജയേട്ടനെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിച്ചു. ജയേട്ടനെ തൃശ്ശൂർ നമ്മൾ ഒരു ചേതന സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഒരു അവാർഡിനായിട്ട് ജയേട്ടൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിനെ വീട്ടിൽ വിളിച്ച് ചോദിച്ചു, നമുക്ക് ജയേട്ടൻ ഏതായാലും ഒരു അവാർഡ് മേടിക്കാൻ ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ തിരുവനന്തപുരത്ത് റെക്കോർഡ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സമ്മതിച്ചു. അപ്പോൾ SS ഡിജിറ്റൽ എന്ന തിരുവനന്തപുരത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ജയേട്ടന് ഓരോ വരിയും അപ്പോൾ കേട്ടിട്ട് അതങ്ങ് പാടുകയായിരുന്നു. പണ്ട് കാലത്ത് നമ്മളെല്ലാം ഫുൾ സോങ് പഠിച്ചിട്ടേ പാടുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ടെക്നോളജി വർദ്ധിച്ചുകൊണ്ട് അതിന് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഫുൾ സോങ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പാടിയ പാട്ട് നമ്മൾ ഇങ്ങനെ പാടിയിട്ട് പിന്നീടാണ് നമ്മളിത് പഠിച്ച് പാടുന്നത് എവിടെയെങ്കിലും പരിപാടിക്ക്. അപ്പോൾ ജയേട്ടൻ അതുപോലെ തന്നെ ഓരോ പാട്ടിനും അതേ ഒരു ജയേട്ടൻ്റേതായിട്ടുള്ള ഫീല് കൊടുത്ത് ഓരോ വരിയും കേട്ടിട്ട് ഇങ്ങനെ പാടി അവസാനം ഇത് മുഴുവൻ ജയേട്ടൻ ഇരുന്ന് വന്നിരുന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു, കൊള്ളാം, ഇത് നല്ലൊരു വ്യത്യസ്തമായ പാട്ട് ഞാൻ പാടി, വളരെ സന്തോഷം. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അങ്ങനെ ഒരു ദൗത്യം കൂടെ ചെയ്യാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥം ഉണ്ട്. പിന്നെ മറ്റൊരു പാട്ട് പാടിയത് ഒരു പ്രാർത്ഥന ഗാനമുണ്ട്. അത് നിത്യ ആണ് പാടി, നിത്യ മാമൻ. എന്തുകൊണ്ട് സിനിമയിലധികം സിനിമാ രംഗത്ത് ഇപ്പോൾ പാടാനായാലും സംഗീത സംവിധാന രംഗത്തായാലും എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് അധികം കണ്ടില്ല എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്, പലരുടെയും മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അത് എൻ്റെ പൂർണ്ണമായും എൻ്റെ ഒരു എന്താ പറയുന്നത്, അതിലൊരു ശ്രമമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അച്ഛനെ ആയതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്. കാരണം അച്ഛൻ അച്ഛൻ്റേതായ ജോലി നിർവഹിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ അച്ഛനെ സിനിമാ ഗാന പിന്നെ എന്താണ് അതിന് എഴുതാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കണ്ടീഷൻ പറഞ്ഞ് അച്ഛനങ്ങ് പോകുമായിരുന്നു. അതൊരു മെയിനായിട്ട് അച്ഛൻ കണ്ടേയില്ല എന്നുള്ളത് ഞാൻ കണ്ടു വളർന്ന ഒന്നായതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായി മാറി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നില്ല. ഞാൻ വരുമ്പോഴും ഞാൻ ജീവിക്കുക, ഇങ്ങനെയുള്ള ചില വീണ് കിട്ടുന്ന ചില ഭാഗ്യങ്ങൾ അല്ലാണ്ട് ഞാൻ തേടിപ്പോകാറില്ല ഭാഗ്യത്തിനെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് ഇപ്പോഴൊന്നുമല്ല, നേരത്തെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന, എന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയായി എന്നതാണ് എൻ്റെ കുഴപ്പം. അപ്പം അത് ജസ്റ്റ് എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കുന്നതിൽ ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ നനച്ചിരിക്കാതെയാണ് 2012 കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു അവാർഡ് ലഭിക്കുന്നത്. അതിന് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് കൃഷ്ണമൂർത്തി സാറായിരുന്നു, സൂര്യ കൃഷ്ണമൂർത്തി സാറായിരുന്നു അന്ന് സംഗീത അക്കാദമിയുടെ ചെയർമാൻ. അപ്പോൾ സാറ് എന്നെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച് പറഞ്ഞു,
എനിക്കൊരു ബയോഡാറ്റ തരണം. സാറ് പറഞ്ഞുകൊണ്ട് സാറിന് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ കിട്ടുന്ന അവാർഡ് നമ്മൾ നനച്ചിരിക്കാതെ, നമ്മൾ ചോദിച്ച് പഠിക്കാത്ത അവാർഡിന് എന്തായാലും എൻ്റെ മനസ്സിനുള്ളിൽ ഒരു തൃപ്തി ഉണ്ടാവും. ഈ ഹെഡ് മാസ്റ്റർ എന്ന ഫിലിം മ്യൂസിക് ചെയ്തപ്പോൾ എനിക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അടുത്ത വർഷത്തെ എനിക്ക് കിട്ടിയത്. അത് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒന്നാണ്. ആ കമ്മിറ്റി, ജോർജ് ഓണക്കൂർ സാറും ഒക്കെ അടങ്ങുന്ന ആ കമ്മിറ്റി കേട്ടപ്പോൾ അത് വ്യത്യസ്തമായിട്ട് തോന്നി. ആ സംഗീതം അന്ന് ജയേട്ടൻ അത് റെക്കോർഡ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ അഭിപ്രായം അത് എനിക്ക് അവരിൽ നിന്നും കേൾക്കാനിടയായി. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ ഒരു അനുഗ്രഹം, അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം ക്രിയേറ്റിവിറ്റി എന്തെന്ന് ഞാൻ കണ്ടു പഠിച്ച വ്യക്തിയാണ്, അടുത്തറിഞ്ഞ വ്യക്തിയാണ്. അച്ഛൻ്റെ എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ ആ അപാരമായ സാധ്യത എത്ര കണ്ടുണ്ട് എന്നുള്ളത് ഞാൻ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളും അതിലാവേശിച്ച് ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാര്യം, അത് കമ്പോസിങ്ങിലായാലും സിംഗിങ്ങിലായാലും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് അച്ഛൻ ആദ്യമേ പണ്ട് നിർദ്ദേശിച്ച ഒരേ ഒരു എന്താ പറയേണ്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വത്തോടു കൂടി നീ പാടുക എന്ന് മാത്രമാണ് ഒരു വാചകം മാത്രം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത്. വ്യക്തിത്വത്തോടു കൂടി നിൻ്റെ സംഗീതം, നീ ചൊല്ലുന്ന പാട്ട്, നീ പാടുന്ന ശ്ലോകങ്ങൾ, നീ പാടുന്ന സ്തോത്രങ്ങൾ എല്ലാത്തിനും ഒരു വ്യക്തിത്വം വേണം, നിൻ്റേതായിരിക്കണം. ഉള്ളിൽ കയറ്റിയിട്ട് അത് നിൻ്റേതാക്കി പുറത്തോട്ട് ഇറക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇനിയും ചെയ്യാൻ എനിക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നിത്യേനയുള്ള എൻ്റെ ക്രിയേറ്റിവിറ്റിയും സാധനയും മെയിൻറ്റെയിൻ ചെയ്യാനും അത് പുരോഗമിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആശിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. നല്ല സംഗീതത്തിനായിട്ട് എനിക്ക് ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശിച്ചുകൊണ്ട് നമസ്കാരം.